ഹലോ, വെൽക്കം ടു ബിയ ദി എക്സ്പ്ലോറർ. ഇന്ന് അലീനയും കെന്നത്തുമായിട്ട് നമുക്ക് ഫുഡ് അടിക്കാൻ പോയാലോ? ഞങ്ങൾ മൂന്നും ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പഠിച്ചവരാണ്. അതുപോലെ തന്നെ 3 സബ്ജക്റ്റിൽ ഞങ്ങൾ 3 പേരും ഒരേ ഗ്രൂപ്പിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഫ്രണ്ട്സായി. ഇപ്പോൾ നല്ല ക്ലോസ് ഫ്രണ്ട്സാണ്. കോളേജ് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഒരു 3 to 4 months കൂടുമ്പോൾ ഒരുമിച്ച് ഇങ്ങനെ കൂടാറുണ്ട്. അതൊരു റെസ്റ്റോറൻറ്റിലായിരിക്കും. എപ്പോഴും ഏതെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിലായിരിക്കും. ഇന്ന് ഞങ്ങൾ പോകുന്നത് ബോസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏഷ്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ്. അത് ഡബ്ലിൻ 2-ലാണ്. നമ്മൾ ഇറങ്ങുന്ന ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ട് അടുത്തായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. അതുകൊണ്ട് ഈസി ആയിരുന്നു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാനായിട്ട്. ഞാൻ എത്തിയപ്പോൾ തന്നെ കെന്നത്ത് അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു. എന്നും നേരത്തെ എത്തുന്ന അലീനി ഇന്ന് കുറച്ച് ലേറ്റായിരുന്നു. ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ അലീനി എത്തി. കെന്നത്തും അലീനയും കൂടെ എനിക്ക് വേണ്ടി ഒരു ഗിഫ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് അവൾ വന്നത്. അങ്ങനെ അത് ഞാൻ ഹാപ്പി ആയിട്ട് സ്വീകരിച്ചു. ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് എക്സ്പ്ലോറേഷൻ കൂടാതെ തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനിടയിൽ ഒരു ഗിഫ്റ്റ് ഷെയറിങ്ങും കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഓരോ തവണ മീറ്റ് ചെയ്യുമ്പോഴും ഇങ്ങനെ ഗിഫ്റ്റ്സ് ഷെയർ ചെയ്യാറുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചാണ്. ഞങ്ങൾ കോളേജ് കാലം തൊട്ട് തന്നെ എന്തെങ്കിലും ഇങ്ങനെ ഗിഫ്റ്റ് ഷെയർ ചെയ്യും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ആദ്യം സ്റ്റാർട്ടറായിട്ട് പറഞ്ഞത് ചിക്കൻ ഡംപ്ലിങ്ങും റോസ്റ്റഡ് ചിക്കനും ആയിരുന്നു. അത് രണ്ടും ചിക്കൻ ഐറ്റംസ് പറയാൻ കാര്യം ഞാൻ അത് കഴിക്കത്തുള്ളൂ. പിന്നെ അവർ പോർക്കൊക്കെയുള്ള മിക്സഡ് ന്യൂഡിൽസ് പറഞ്ഞു, ഞാൻ ചിക്കൻ ന്യൂഡിൽസ് പറഞ്ഞു. പിന്നെ അവർക്ക് രണ്ടുപേർക്കും ബീഫ് സ്റ്റിർ ഫ്രൈ പോലെ ഒരു ഐറ്റമാണ് പറഞ്ഞത്. അത് അത്യാവശ്യം ടേസ്റ്റി ആയിരുന്നു. ഞാൻ കുറച്ച് കഴിച്ചു നോക്കി. ഞാനങ്ങനെ ബീഫ് കഴിക്കാറില്ല. എന്തായാലും ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്നൊരു നല്ല ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പുറത്തിറങ്ങി. അവിടുന്ന് ഞങ്ങൾ ഡെയിൻ സ്ട്രീറ്റിലോട്ടാണ് നടക്കാനായിട്ടൊക്കെ വന്നത്. അപ്പോഴാണ് ഞാൻ കൊണ്ടുവന്ന സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തത്. അവർ ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി. ഞാനിപ്പോൾ വീട്ടിൽ പോയ സമയത്ത് ദുബായിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. എനിക്കറിയാം ഞങ്ങളിങ്ങനെ മീറ്റ് ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നു. ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഗിഫ്റ്റ് കിട്ടിയതിൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ ആയി കാണുന്നത്. അതുപോലെ തന്നെ ദുബായിലെ ഈ കഫ്താന് അവൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ടാണ് അവളിങ്ങനെ കഫ്താൻ കാണുന്നത്. ഇവിടെ അങ്ങനെ ഫേമസ് ആയിട്ടുള്ളൊരു ഡ്രസ്സല്ല അത്. ഇങ്ങനെ ഓരോ തവണ പോയിട്ട് വരുമ്പോഴും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐലൈനേഴ്സ് കൊണ്ടുവരാറുണ്ട് അലീനയുടെ കണ്ണെഴുതി കൊടുക്കാൻ. കാരണം അവൾ നോർമലി കണ്ണെഴുതാറില്ല. അപ്പോൾ ഞാനിങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ അവൾ ഇരുന്ന് തരും. അതുകൊണ്ട് ഞാൻ ഈ തവണയും ഐലൈനർ കൊണ്ടുവന്നു അവൾക്ക് കണ്ണെഴുതിയൊക്കെ കൊടുത്തു. പിന്നീട് തിരികെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നടന്നു. അങ്ങനെ പോകുന്ന വഴിയാണ് ഫേമസ് ആയിട്ടുള്ള മോളി മെലോൺ സ്റ്റാച്ചു കണ്ടത്. ആ സ്റ്റാച്ചുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെസ്റ്റിൽ തൊട്ടിട്ട് എന്തെങ്കിലും വിഷ് ചെയ്താൽ അത് നടക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വിഷ് പറയാൻ വേണ്ടി ഇവർ രണ്ടാളും എന്നെ പറഞ്ഞു വിട്ടു. പറയേണ്ട താമസം ഞാൻ ഓടിപ്പോയി എൻ്റെ വിഷൊക്കെ പറഞ്ഞിട്ട് വന്നു. അങ്ങനെ കെന്നത്തിന് ബൈ ബൈ പറഞ്ഞ് കെന്നത്തിനെയും പറഞ്ഞു വിട്ടു. അലീനി ഈ ലുവാസിലാണ് പോയത്. ആസ് യൂഷ്വൽ ഞാൻ എൻ്റെ 120 നമ്പർ ബസ്സിൽ കയറി വീട്ടിലേക്ക് പോയി. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.